അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. കുറ്റിക്കടവ് മഹല്ല് കമ്മിറ്റി പള്ളിയിൽ വെച്ച് നടത്തുന്ന ഫിഖ്ഹ് ക്ലാസിന്റെ തുടക്കമാണ് ഇന്ന്. വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെ 4 അടിസ്ഥാന ഘടകങ്ങളാണ് മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന നിയമവ്യവസ്ഥകൾ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. ഹദീസ് അതിന്റെ വ്യാഖ്യാനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. ഖിയാസ് ഒരു കാര്യത്തിലുള്ള നിയമം മറ്റൊരു അതേ തുല്യമായ ഒരു കാര്യത്തിലേക്ക് ആ നിയമത്തെ കൊണ്ടുവരുന്നതിനാണ് ഖിയാസ് തത്തുല്യമായത് എന്ന് പറയുന്നു. ഈ 3 ഘടകങ്ങളിലും വ്യക്തമായ നിയമം പ്രതിപാദിക്കാത്ത അവസ്ഥയിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിച്ച് ഒരു കാര്യത്തിന് ഇന്നതാണ് നിയമം എന്ന് പറയുന്നതിനാണ് ഇജ്മാ. ഇതാണ് ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങൾ. എന്നാൽ സാധാരണക്കാർക്ക് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിയമം കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അനുഗ്രഹം ഈ ലോകത്ത് ചെയ്തു. ഇതില് അവഗാഹത്തോടുകൂടെ ഇറങ്ങിച്ചെന്ന പണ്ഡിത സമൂഹത്തിന് ഒരു വിഭാഗത്തെ ഈ സമൂഹത്തിന് സമർപ്പിച്ചു. അതിൽ 4 ഇമാമിങ്ങളാണ് ലോകം മുഴുവനും അറിയപ്പെട്ടത്. ഇമാം അബൂ ഹനീഫത്തുൽ കുഫി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, അഹ്മദ് ബിൻ ഹംബൽ. 4 ഇമാമിങ്ങൾ. കേരളീയ മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഷാഫി മദ്ഹബുകാരാണ്. അതുകൊണ്ട് തന്നെ ഷാഫി ഫിഖ് ആണ് നാം ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. എന്താണ് ഫിഖ്? ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരുടെ കർമ്മങ്ങളുടെ നിയമവ്യവസ്ഥ മനസ്സിലാക്കുക, അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് ആ നിയമം പറഞ്ഞു തരിക. എന്നാൽ 5 നിയമങ്ങളാണ് നമ്മോട് പ്രതിപാദിക്കുന്നത്. 1 വാജിബ്, 2 നിഷിദ്ധം ഹറാം, 3 സുന്നത്ത്, 4 കറാഹത്ത്, 5-മത്തത് ജായിസ്. ഇങ്ങനെ 5 നിയമങ്ങളാണ് ഇസ്ലാമിക കർമ്മങ്ങളെ വിഭജിക്കുന്നത്. വാജിബിന് ഖുർആനിലൂടെ പറയുന്ന വാക്ക് കൽപ്പനയാണ്. എന്നാൽ സുന്നത്തിനും അത് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ അനുവദിച്ചു കൊടുക്കുന്നതിനും കൽപ്പനാ വാചകം ഉപയോഗിക്കും. നിഷിദ്ധമായ ഹറാമിന് വിരോധിക്കുന്ന നെഹിയുടെ വാചകമാണ് പറയുന്നത്. എന്നാൽ കറാഹത്തിനും ചിലപ്പോൾ അതേ വാചകം തന്നെയാണ് പറയുന്നത്. അത് ഒന്ന് ഹറാമിനാണ്, മറ്റൊന്ന് കറാഹത്തിനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അഗാധമായ ജ്ഞാനമാണ്. അതേപോലെ തന്നെ നിർബന്ധമായ കാര്യത്താണോ സുന്നത്തായ കൽപ്പനയാണോ എന്നുള്ളതും മനസ്സിലാക്കണമെങ്കിൽ നല്ല അറിവുണ്ടായിരിക്കണം. എന്നാൽ സാധാരണക്കാർക്ക് ഗ്രഹിക്കുവാൻ എളുപ്പത്തിൽ അഇമ്മത്ത്, ഇമാമിയങ്ങൾ ഇന്നത് ഹറാമാണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് ജായിസാണ് എന്ന് വ്യക്തമായി ഫിഖ്ഹിന്റെ കിതാബിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ 9-ാം സൂക്തത്തിൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ല, വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ജുമുഅക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഖുത്ബ കേൾക്കുവാൻ, ജുമുഅ നടത്തുവാൻ നിങ്ങൾ പോവുക എന്നുള്ള ഫസ് ഔ എന്നുള്ള കൽപ്പന അത് നിർബന്ധത്തിനാണ്. അതേ സമയത്തും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൗസർ ഇന്ന അഅ്തൈനാക്കൽ കൗസർ, ധാരാളം നേട്ടങ്ങൾ അങ്ങേക്ക് നാം തന്നു. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, ഫസ്വല്ലി താങ്കൾ നിസ്കരിക്കുക, വൻഹർ ബലി അർപ്പിക്കുക. അവിടെ ഫസ്വല്ലി എന്നുള്ളത് പെരുന്നാൾ നിസ്കാരമാണെന്നും വൻഹർ ബലി അർപ്പിക്കുക ഉലുഹിയ്യത്ത് കർമ്മമാണ്. ഇത് രണ്ടുമാവട്ടെ സുന്നത്താണ്. എന്നാൽ സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞതും കൗസറിൽ പറഞ്ഞതും കൽപ്പനാവാചകമാണ്. ആദ്യത്തത് നിർബന്ധമാണ്, ഇവിടെ പറഞ്ഞത് സുന്നത്താണ്. വലാ തഖ്റബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞു. അഥവാ വ്യഭിചാരത്തിന്റെ വഴികളൊക്കെയും നിഷിദ്ധമാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ, പള്ളിയിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുത് എന്നാണ്. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇരിക്കൽ കറാഹത്താണ്. അവിടെ ഉപയോഗിച്ച വാക്കും നിഷേധാത്മക നെഹിയുടെ വാചകമാണ് ഇവിടെ. എന്നാൽ
ചിലപ്പോൾ അനുവദനീയമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളി എന്ന് അനുമതി കുലു വസ്ലമോ നിങ്ങൾ തിന്നോളി, കുടിച്ചോളി, വലാത്തുസ്രിഫു നിങ്ങൾ ഓവറാക്കരുത് എന്ന് പറയുന്ന ചില അനുവദനീയമായ വാക്ക് ഉണ്ട്, അഥവാ നിങ്ങൾക്ക് അനുവദനീയമാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ, അത് ആരാധനയാവട്ടെ, സാമ്പത്തിക ഇടപാടാവട്ടെ, വൈവാഹിക ബന്ധങ്ങളാവട്ടെ, മുസ്ലിമീങ്ങളുടെ സിവിൽ ക്രിമിനൽ നിയമങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, അതിനെ അടിസ്ഥാനപരമായിട്ട് ഈ 5 നിയമങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാകും. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്നത് ഹറാമാണ് അല്ലെങ്കിൽ സുന്നത്താണ്, അത് നമുക്ക് എന്താണോ എന്നത് വ്യക്തമാക്കി പറയുന്നത്. അപ്പം ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഫിഖ് മനസ്സിലാക്കുമ്പോൾ, ഫിഖിന്റെ കർമ്മകാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ 5 നിയമങ്ങൾ പാലിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. 5 നിയമങ്ങൾ നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചാൽ കുറ്റമുണ്ടാകും, വാജിബ്. ഹറാമ് എന്ന് പറഞ്ഞത് ചെയ്താൽ കുറ്റമുണ്ടാകും, ഉപേക്ഷിച്ചാൽ കൂലിയും ഉണ്ടാകും. സുന്നത്തായ കാര്യം ഉപേക്ഷിച്ചാൽ കുറ്റമൊന്നുമില്ല, ചെയ്താൽ പുണ്യം ലഭിക്കും. കറാഹത്തായ കാര്യം ഉപേക്ഷിച്ചാലാണ് പുണ്യം ലഭിക്കുക, ചെയ്ത് എന്നതുകൊണ്ട് ആക്ഷേപിക്കുകയില്ല. ജായിസ് അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ആക്ഷേപമോ ഇല്ല, പ്രത്യേക പ്രതിഫലമോ ഇല്ല. ഇങ്ങനെ 5 നിയമങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നാം ക്ലാസ് തുടരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.